ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഇന്ന് സംഗീത ചെന്നൈയിൽ പോണ ദിവസമാണ്. അപ്പം ഇന്ന് രാത്രിയാണ് അവളുടെ ബസ്, ഒരു 9 o'clock അവളുടെ ബസ് ഉള്ളത്. അപ്പോൾ ആളിന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഒറ്റയ്ക്ക് ഇൻട്രോ എടുക്കണം. കാരണം അവൾ മൊത്തം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഫുൾ പാക്കിങ്ങിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഇടയിൽ പോയി ശല്യം ചെയ്യേണ്ട വെച്ചു. അപ്പോൾ ഞാൻ തന്നെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അവൾ രാത്രി പോണ വരെ ഞാൻ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അവളുടെ പാക്കിങ് അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. കാരണം ഒരുമിച്ചായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടൊരു നല്ലൊരു ഫ്രണ്ട്സ്, മോർ ദാൻ സിസ്റ്റേഴ്സ്. ഞങ്ങൾ ഒരു സിസ്റ്റേഴ്സിനെ കാട്ടിലും ഞങ്ങൾ ഫ്രണ്ട്സ് പോലെ തന്നെയാണ് കൂടുതലായിട്ടും. അപ്പോൾ പോകുന്നതുകൊണ്ട് അതിൻ്റേതായ ഭയങ്കര സങ്കടമുണ്ട്. 2 ദിവസമായി 3 ദിവസമായിട്ട് ഞാനും ഭയങ്കര സങ്കടം. അവൾ പോവുകയാണല്ലോ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്. അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെയാണ് ഞങ്ങൾ തമ്മിൽ. എല്ലാം ഷെയർ ചെയ്യും, അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിലൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഭയങ്കര വഴക്കും ഇതൊക്കെയായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ വലുതായപ്പോഴാണ് ഞങ്ങൾ സെയിം വൈബായി. ഞങ്ങൾ സെയിം കാര്യങ്ങളിൽ ഇങ്ങനെ നല്ല രസമാണ്. ഞങ്ങൾ ഔട്ടിങ് പോവുകയാണെങ്കിലും ഒരുമിച്ചുള്ള ഞങ്ങളുടെ സംസാരം അങ്ങനെ എല്ലാം നമുക്ക് നല്ല രസമാണ്. അപ്പോൾ വീട്ടിൽ ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും കമ്പനി പറയാൻ തന്നെ ഞാൻ സംഗീതയുടെ തന്നെയാണ്. എല്ലായിടത്തും സംസാരിക്കും, പക്ഷെ എന്നാലും നമ്മളൊരു ബോണ്ട് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്താ ചെയ്യുക, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ലൈഫ് അങ്ങനെയാണ്. ജോലിയൊക്കെ കിട്ടിയാൽ പോകണമല്ലോ ഓരോ വഴിക്ക്. ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ അവൾക്ക് ഏതായാലും അവിടെ ഇൻറ്റേൺഷിപ്പിന് കിട്ടി. അപ്പോൾ ജോയിനിങ് ഡേറ്റ് 23-നാണ്. ഇന്ന് 21-നാണ് പോകുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ അവൾ പാക്ക് ചെയ്യാനൊക്കെ കാണിച്ചത്. ആൾ അപ്പുറത്തെ റൂമിലിരുന്ന് ഭയങ്കര തകർപ്പൻ പാക്കിങ്ങിലൊക്കെയാണ്. അപ്പോൾ ഇനി അവളടുത്ത് ചോദിക്കാം എന്താണ് പോകുന്നതിനെക്കുറിച്ചുള്ളൊരു, അവൾക്ക് സങ്കടമുണ്ടോ എന്താണ് എന്നൊക്കെ അവളുടെ നിന്നും കൂടെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അവളുടെ റൂമിൽ പോയി നോക്കാം എത്ര വരെയായി പാക്കിംഗ് എന്നൊക്കെ. ഹലോ, എന്തായി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഞാൻ ഇൻട്രോ ഒക്കെ എടുത്തു. പറ ഗൈസ്. കിളി പോയ പോലെയാണ് ഇരിക്കുന്നത്, എന്താന്നറിയില്ല. ക്യൂട്ടസ് വരെ എവിടെ വരെയായി? എന്തായി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്? ഈ ഒരു ബാഗും അതേപോലെ ഇതും. പിന്നെ അതെവിടെ? ഇത്രേ ഉള്ളൂ ബാഗ്സ്? ഞാൻ അത്ര ഒരുപാട് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് ഒരു മിനിമലിസ്റ്റ് ആയി പോകാനാണ് താല്പര്യം. പണ്ടൊക്കെ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോ എന്താന്ന് വെച്ചാൽ ഉള്ളത് മുഴുവൻ കെട്ടിപ്പെട്ടി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും എനിക്ക് വയ്യ. എനിക്ക് ഉള്ളതൊക്കെ മതി വന്ന് ഞാൻ പോവുകയാണ്. അപ്പോൾ ഒരു മിനിമലിസ്റ്റ് എടുക്കേണ്ടതൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടെന്ന് ഓവറാക്കിയിട്ടില്ല. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഓ ഐ സീ. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ? കംപ്ലീറ്റ് ആയി? ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുമല്ലോ ഞാൻ. അപ്പൊ എന്നിട്ട് എടുക്കാം. പോകുന്നതിനെ കുറിച്ചുള്ള, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത് ആയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം പോകുന്നത് കൊണ്ട് എനിക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യണോ, എഴുതണു. നിങ്ങൾക്കും അറിയായിരിക്കും, എല്ലാവർക്കും കുറച്ചൊക്കെ ഒരു ഷിഫ്റ്റിംഗ് ഒരു താല്പര്യം ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ. വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കും അത്ര പ്രൊഡക്റ്റീവ് അല്ലാതെ തോന്നും. ഈവൻ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് സ്വയം തോന്നുമോ ഇനിയും ചെയ്യണം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും എല്ലാവർക്കും. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഞാൻ പോണു, എനിക്കും ബെറ്റർ ആവണം ലൈഫിൽ എന്നാണ് ആഗ്രഹം, നിങ്ങളെ പോലെ തന്നെ. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു റീസൺ. അപ്പോൾ വീട്ടിൽ ആക്ച്വലി അമ്മയ്ക്ക് അച്ഛനും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുമൊന്നുമില്ല. എൻ്റെ ഇഷ്ടത്തിനാണ് അവരെല്ലാം പറയുക, നീ എന്താ ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവരും ഇപ്പോൾ ഒന്നും എന്നെ ഫോഴ്സ് ചെയ്യാറില്ല ലൈഫിൽ. അപ്പോൾ ഞാനും ഇപ്പോൾ എൻ്റെ പ്ലാനിലാണ് ഞാൻ പോണത്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ സങ്കടമുണ്ടോ എന്താണ്? മീൻസ് സംഗീത ഇപ്പോൾ അത്യാവശ്യം കുറെ കാലമായിട്ട് എക്സാംസ് പ്രിപ്പയർ ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇടയിൽ ജോബൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ട് ചില സമയത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയും കുറച്ചൊക്കെ ആയി. പിന്നെ ഇപ്പോഴാണ് ആൾ എന്നിട്ട് കാര്യം നടന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ശരിയാണ്. ഇപ്പ പോകുമ്പോ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ അതും ഞാൻ കോപ്പപ്പ് ആവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോകുന്നത് എന്തായാലും. പിന്നെ ഒരുപാട് ദൂരം പറഞ്ഞാൽ ഇവിടെ ഇന്ത്യ തന്നെ ആണല്ലോ. ഇന്ത്യ വിട്ട് പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത്. കാരണം
ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ വേണമെങ്കിൽ എനിക്ക് പറ്റും. അപ്പോൾ വിചാരിച്ചെനിക്ക് വരാൻ പറ്റുന്ന രീതി തന്നെയാണ്. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ്. എല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് വിചാരിക്കുന്നു. അതെ അതെ, ഇനി അവിടെ ചെന്നൈ പൊണ്ണാവാൻ പോവാണ് ചെന്നൈ ലൈഫ് ഇനി ഫുൾ തമിഴ് ആൾക്കാരൊക്കെ ആയിട്ടായിരിക്കും അവിടെ ഫുൾ ചുറ്റി നടക്കലൊക്കെ ആയിരിക്കും. ചുറ്റി നടക്കലല്ല, ജോലിയുണ്ട്. എന്നാലും അവിടെയും പോയി എക്സ്പ്ലോർ ചെയ്യാലോ, വേറെ സ്ഥലത്ത് പോയിട്ട്. എന്തായാലും ആദ്യമായിട്ടാണ് ചെന്നൈ ഒക്കെ പോണത്. അപ്പൊ അവിടെയും പോയി എക്സ്പ്ലോർ ചെയ്യാം. എല്ലാത്തിലും കാണുന്ന ഒരാളല്ലേ ഇപ്പൊ കുറെ കാലമായിട്ട്. ഒരു നോർമലായിട്ട് പോകുന്ന എല്ലാത്തിലും അതെ, ഓവർ ആവാതെ പോകണം എന്നാണ്. കാരണം ഓവറായ സമയത്തൊന്നും നടന്നിട്ടില്ല. ഇല്ല, അതെ അതെ അതെ, അതൊക്കെ കുളമാവും. അപ്പൊ പിന്നെ ഒരു നോർമൽ രീതിയിൽ പോകാനും നല്ല രീതിയിൽ പോകാതെ വെച്ചിട്ടാണ്. അപ്പൊ അതൊക്കെയാണ് പ്ലാൻ. എല്ലാം നന്നായി വരട്ടെ എന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഒരു ഷിഫ്റ്റ് ആവശ്യമാണ്. വീട്ടിലിങ്ങനെ നമ്മളും ഇങ്ങനെ കുറെ കാലം വീട്ടിലിരിക്കുമ്പോ നമുക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളൊരു സംഭവം പുറത്തു പോകുമ്പോ കിട്ടുമല്ലോ, എക്സ്പോഷർ കിട്ടും. എക്സ്പോഷർ കിട്ടണം. എനിക്ക് അതൊക്കെയാണ്. പാക്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ എന്താ സോറി ഗൈസ്, ടൈം ഇവള് എൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ ആയിരുന്നു. ഇവള് പോണ ടൈം 10:30 ആണല്ലേ? അതെ, 10:30 ഞാനല്ല ആക്ച്വലി ബുക്ക് ചെയ്തിട്ട് ഒരു ഫ്രണ്ടാണ്. അപ്പം ഞാന് ആള് പറയണ ലൈക്ക് 10:30 ആണ്, അറൌണ്ട് 10:30 ആണെന്നാണ്. ഇപ്പൊ അല്ല, ഞാൻ നോക്കിയപ്പോ 10:30 സ്റ്റാർട്ടിങ് ഞാൻ കണ്ടു ടിക്കറ്റ്സ്. അപ്പൊ ഞാൻ അപ്പോഴാണ് അറിയണത് 10:30 ആണ്. അപ്പൊ 10:30 ഗൈസ് ബസ് ഉള്ളത്. 9 അല്ല, അത് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പൊ ഇനി ഇപ്പൊ ഉച്ചയായി. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല അല്ലേ? എന്നിട്ട് പിന്നെ വലുതായിട്ട് പിന്നെ മെല്ലെ റെഡി ആയാ പോരെ അല്ലേ? ടൈം ഉണ്ട്. അതെ, അപ്പൊ രാത്രി കയറി രാവിലെ എത്തണ പോലെ തന്നെയാണ് ഇഷ്ടം. അതാകുമ്പോ നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്ത പോലെ ഒരു ഫീലിംഗ് പോലെ നമുക്ക് കിടന്നുറങ്ങി പോകാമല്ലോ, ആ ഒരു രീതി. അതാണ് ഞാൻ പിന്നെ നൈറ്റ് തന്നെയാണ് എവിടെ പോകുമ്പോൾ ഞാൻ നൈറ്റ് തന്നെയാണ് കൂടുതലും ബുക്ക് ചെയ്യുക. അതെ അതെ, ഓക്കെ. ഹലോ, റെഡി ആയോ? ഇവിടെ അത് നോക്കൂ, ബിസി ഗേൾ. അങ്ങനെ സഹിച്ച് സുന്ദരിയായിട്ടുണ്ട് അല്ലേ? അങ്ങനെ പോവാൻ സമയമായി ഗൈസ്. ഇപ്പൊ എത്ര ടൈമായി ഒക്കെ അർജന്റായിട്ട് ചെയ്യാണ്. ഇതിന്റെ ഇടയിൽ ഞങ്ങള് കുറെ ഷോർട്സ് എടുത്തു അല്ലേ? ഇതിന്റെ ഇടയിൽ കൂടെ കുറെ. അതെ അതെ അതെ, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങും ഗൈസ്. അങ്ങനെ സഹിച്ചേച്ചി എന്തെങ്കിലും പറയാറുണ്ടോ? പോയി വരാം അല്ലേ? അങ്ങനെങ്കിലും പറ. ആളിവിടെ കമ്പലിട്ടോണ്ടിരിക്കുകയാണ്. സഹിച്ചേച്ചി എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഔട്ട്ഫിറ്റില് അല്ലേ? ഓക്കെ, അപ്പൊ ഗൈസ് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും അല്ലേ? ഫുഡൊക്കെ കഴിച്ചില്ലേ? സെറ്റല്ലേ? അപ്പൊ നമുക്ക് ഇറങ്ങാം. അമ്മ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. കരയണ്ട അത്രയ്ക്ക് സാരമില്ല. ഞാനും വരുന്നുണ്ട്. ഗൈസ്, അപ്പൊ നമ്മളെത്തി. ഇവിടെ നിന്നാണ് സംഗീത ബസ് കയറണത്. പാലക്കാട് ഉള്ളവർക്ക് അറിയാം, ചന്ദ്രനഗർ എന്ന് പറയും അല്ലേ? ഇവിടെ നിന്നാണ് അപ്പൊ ബസ് കയറണത്. ഡിലേ ആണ് തോന്നണൂല്ലേ? 10:30 കഴിഞ്ഞു. അതെ, എറണാകുളത്തുനിന്ന് വരുന്ന ബസ്സാണ്. ഡിലേ ആവും. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങള് വരുമ്പോഴും പോലും ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ പോസ്റ്റാണ് ഗൈസ്. ബൈ. Bye. അപ്പം അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി. സംഗീതയുടെ ബസ് അത്യാവശ്യം ഒരു അരമണിക്കൂർ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഒരു 10:30 എന്നുള്ളത് ഒരു 11 ഒക്കെ ആയപ്പോഴാണ് ബസ് വന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാനും അവളോട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ കുറേ ചിരിച്ചും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളിയാക്കിയിട്ടൊക്കെ അങ്ങനെ നിന്നു. സത്യം പറഞ്ഞാൽ പോണത് വരെ ആ ഒരു ഉണ്ട് മനസ്സിലൊരു സങ്കടം. എന്നാൽ പോലും
ഞാനും അവളും കൂടെ ഭയങ്കര ചില്ല് ചെയ്ത് ഞങ്ങൾ ഭയങ്കര സംസാരിച്ചിരുന്നു. പക്ഷെ അവൾ ബസ് കയറി പോയപ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമായി. തിരിച്ച് വീട്ടിലേക്ക് ഞാനും അച്ഛനും കൂടെ തിരിച്ച് വരണ സമയത്തും എനിക്ക് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞു. എന്തോ ഭയങ്കര ഒരു മിസ്സിങ് ആണ് സത്യം പറഞ്ഞാൽ. അവൾ വരും, ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യും. എന്നാൽ പോലും നമ്മൾക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നതിൻ്റെ ഒരു വൈബ് കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് അതിനെ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഞാൻ എത്തിയതും വിളിച്ച് അവൾ ബസ്സിൽ നല്ല കംഫർട്ടബിളായി ട്രാവൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വീടെത്തി റൂമിൽ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരുന്നപ്പോൾ വീഡിയോ എടുത്താണ്. ഇനി ഉറങ്ങാൻ പോവാണ്. ആകെ എന്തോ ഭയങ്കര ഒരു മൂഡ് ഔട്ടായ പോലെ തന്നെയാണ്. കാരണം എന്താ പറയുക, അതിപ്പോൾ പറയുമ്പോൾ പോലും എനിക്ക് ചെറുതായ സങ്കടം വരുന്നുണ്ട്. പക്ഷെ അതന്നെ, ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ ലൈഫാണ്, നമുക്കിതൊന്നും ഒരു മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ അമ്മയാണെങ്കിലും ഭയങ്കര സെൻറ്റിമെൻ്റലായി. അച്ഛൻ പിന്നെ ഒരുപാട് പുറത്ത് കാണിക്കില്ല, അത് പൊതുവെ അറിയില്ല. അച്ഛന്മാർ അങ്ങനെ ഒരുപാട് ഫീലിങ്സ് പുറത്ത് കാണിക്കില്ല. പക്ഷെ അച്ഛനിങ്ങനെ ഭയങ്കര വറീഡാവും, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. അങ്ങനെയാണ് അച്ഛനങ്ങനെ ഭയങ്കര സങ്കടമൊന്നും എക്സ്പ്രസ് ചെയ്യില്ലെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവളുടെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഭയങ്കര വറീഡാവുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അങ്ങനെ അമ്മയാണെങ്കിലും ഭയങ്കര സെൻറ്റിമെൻ്റലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് കുറച്ചുകൂടെ സംഗീതമായിട്ടാണ് കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെൻറ്റ്. എല്ലാവരും നല്ല അറ്റാച്ച്മെൻ്റാണ്, എന്നാൽ പോലും എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ഇതായിട്ട് സംഗീതമായിട്ടാണ് കുറച്ചുകൂടെ അമ്മയ്ക്കൊരു കൂടുതൽ ഒരു ബന്ധമുള്ളത്. മീൻസ് പാരൻസിൽ കേട്ടോ. അങ്ങനെ അല്ല, ഞാൻ സംഗീതയും എല്ലാം ഷെയർ ചെയ്യുന്നതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെല്ലാം ഷെയർ ചെയ്യാറുള്ളത്. ബട്ട് എന്നാൽ പോലും അമ്മയ്ക്ക് ഭയങ്കര കുറച്ചുകൂടെ ഒരു ഫേവറേറ്റ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും കുറച്ച് കൂടുതലായിട്ടൊരു ബന്ധം ഉള്ളത് അവളോട് തന്നെ. അപ്പം അവൾ പോയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സെൻറ്റിമെൻ്റ്. അമ്മ ആകെ കരഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഓക്കെ ആവണമല്ലോ, എപ്പോഴും ആ സങ്കടം ഉണ്ടാവും. ജസ്റ്റ് ആ പോണ സമയം ഇത്രയും കാലം ഇരുന്ന് പെട്ടെന്ന് പോകുമ്പോഴുള്ള ആ ഒരു സങ്കടം അമ്മയ്ക്കും വന്നു. ഇവിടെ എല്ലാവരും ഭയങ്കര സങ്കടമായി. അവള് മുമ്പ് പിന്നെ കൊച്ചിയിലാണ് പഠിക്കാൻ പോയിരിക്കണം. അവളുടെ MBA വിത്ത് ICC ഒക്കെ ചെയ്ത കൊച്ചിയിലായിരുന്നു. അപ്പം ആ സമയത്തായിരുന്നു അവൾ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നത്. മീൻസ് അവളുടെ ഡിഗ്രി അതുവരെയൊക്കെ അവൾ വീട്ടിൽ ഇവിടെ തന്നെ പാലക്കാട് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളുടെ MBA ഒക്കെ ചെയ്യാൻ അവൾ കൊച്ചിയിലായിരുന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തും അമ്മയ്ക്ക് ഭയങ്കര അത് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് അവൾ മാറി നിന്നൊരു ടൈമായിരുന്നു. അപ്പം അമ്മ ഇതിനേക്കാട്ടിലുമായിരുന്നു. അന്ന് ഭയങ്കര കുറേ ദിവസം അതിൻ്റെ ഹാങ് ഓവറൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. പിന്നെ കുറച്ച് ദിവസമായപ്പോൾ അത് ഓക്കെ ആയി. പിന്നെ അവൾ ഒരുപാട് കാലം അവൾക്ക് കൊച്ചിയിലിരിക്കാൻ പറ്റിയതില്ല. ബിക്കോസ് പെട്ടെന്ന് തന്നെ അന്ന് കൊറോണ ടൈമായിരുന്നു, കൊറോണ ആയി. പിന്നെ അവൾ മൊത്തം വീട്ടിൽ തന്നെ ആയിപ്പോയതാണ്. കൊറോണയുടെ സീനൊക്കെ ആയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യലും എക്സാം അറ്റൻഡ് ചെയ്യലും ഒക്കെ ആയിട്ട് കുറേ കാലമായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ അവൾ കുറച്ച് ഓൺലൈനായിട്ട് അവൾ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ അവൾക്ക് ഓഫ്ലൈനായിട്ട് ജോബ് കിട്ടിയിട്ടും അവൾക്ക് പോകാൻ പറ്റാത്ത കുറേ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഇടയിൽ അവൾക്ക് വയ്യാതെയൊക്കെ ആയിട്ട് ഫീവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയിൽ അവൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. കിട്ടിയ നല്ല ഓഫേഴ്സ് വേറെ എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് അന്ന് മോശമൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോഴാണ് അവൾക്ക് ഈ ചെന്നൈയിൽ നിന്ന് ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അതങ്ങനെ സെലക്റ്റായി. അവരെ പോയി 23rd വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെ പോവാൻ എല്ലാം സെറ്റായി വന്ന് അവൾക്ക് പോകാൻ പറ്റിയത്. അവൾക്ക് അതിന് നല്ല ഹാപ്പിനെസ് ഉണ്ട്. അവൾക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കണതിൻ്റെ സങ്കടം ഉണ്ടെങ്കിൽ പോലും മീൻസ് ഇത്രയും കാലം അവൾക്ക് വീട്ടിലിരുന്ന് ഒന്നും ആയില്ല. അവള് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് അവൾക്ക് ഇപ്രാവശ്യം ഇത് നടന്ന് കിട്ടിയപ്പോൾ അവൾക്കൊരു സന്തോഷമായി. കാരണം ഇതിന് മുമ്പും ഹൈദരാബാദും ഓരോ എവിടെയൊക്കെ അവൾക്ക് കിട്ടിയതായിരുന്നു. പക്ഷെ പോവാൻ പറ്റിയില്ല. കറക്റ്റ് ആ ഒരു ടൈം എത്തിയപ്പോൾ അവൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നല്ല നല്ല കമ്പനീസിൽ കിട്ടിയിട്ട് അവൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടോ, നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, മീൻസ് അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് പോകാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അവൾക്ക് അന്നൊക്കെ ഭയങ്കര ഡെസ്പായിരുന്നു. കാരണം അയ്യോ വീട്ടിൽ തന്നെയാണ്. അവളെ എക്സാംസ് എഴുതുന്നുണ്ടായിരുന്നു, അറിയാലോ ICC ഒക്കെ നല്ല ടഫാണ്, ഒറ്റ അറ്റംപ്റ്റിൽ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവള് അധികം എക്സാം പ്രിപ്പറേഷനും
എക്സാം അറ്റൻഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ടൈം എത്തിയപ്പോൾ ഇനിയിപ്പോൾ ജോലിക്ക് കയറണമല്ലോ. അപ്പോൾ അവളങ്ങനെ ജോലിക്ക് കയറണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നടക്കുകയായിരുന്നു. പിന്നെ കുറേ പ്രാവശ്യമൊന്നും പറ്റിയില്ല. പിന്നെ എല്ലാം വിധി പോലെയല്ലേ നടക്കുള്ളൂ. ഇപ്പതാ അവൾക്ക് ചെന്നൈയിൽ പോകണമെന്നാണ് അവൾക്ക് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഇതൊക്കെ കുറേ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. എന്തായാലും ഇപ്പോൾ അവള് മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഇതും നല്ലൊരു ഫേമിലാണ് കിട്ടി. ഒരു CA, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമിൽ അവൾക്ക് കിട്ടിയിരിക്കണം. അപ്പം അവൾ ഹാപ്പിയാണ്. എന്തായാലും അത് തന്നെയാണല്ലോ വലുത്. അവളുടെ ഹാപ്പിനെസ് തന്നെയാണ് നമുക്ക് എന്താ നമ്മുടെ ലൈഫിൽ. അതുപോലെ തന്നെയാണ് അതുപോലെ നടക്കുമ്പോഴല്ലേ നമുക്ക് ഹാപ്പിനെസ് കിട്ടുക. അപ്പൊ അവളെന്തായാലും അവള് വിചാരിച്ച പോലെ തന്നെ അവൾക്ക് എല്ലാം സെറ്റായി പോവാൻ പറ്റി. സേഫായിട്ടൊക്കെ എന്തായാലും അവളിനി അവിടെ ഇരിക്കട്ടെ എന്നാണ്. പുതിയ സ്ഥലമാണ്. ഇതുവരെ ചെന്നൈയിൽ അവൾ പോയിട്ട് പോലും ഇല്ല. അപ്പോൾ പുതിയ സ്ഥലമാണ്. പിന്നെ അവൾക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ആ ഒരു സ്ഥലമായിട്ട് സെറ്റ് ആവുമല്ലോ. ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊന്ന് സെറ്റ് ആവാൻ ടൈം എടുക്കും. അതെല്ലാവർക്കും അതിന് ഒരു പുതിയ സ്ഥലത്ത് പോയി നമുക്ക് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ എല്ലാം പിന്നീട് എല്ലാം നമുക്ക് അടിപൊളിയാവും അവിടെ. അപ്പോൾ അവൾക്കും അതിനെ നല്ല ഹാപ്പിനെസ് ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവള് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എക്സാമിനാണെങ്കിലും ഇപ്പം നമുക്ക് തന്നെ കുറേ കാലമൊക്കെ വീട്ടിലൊരു ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ. നമുക്ക് എപ്പോഴും എക്സാം, പിന്നെ എക്സാമിന് പ്രിപ്പറേഷൻ, എക്സാം അറ്റൻഡ് ചെയ്യുക, അങ്ങനെ മാത്രം നമ്മുടെ ലൈഫിലാകുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ സ്ട്രെസ്ഡ് ആവുമല്ലോ. പക്ഷെ അതൊക്കെ അവൾ നല്ലോണം ഡീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും തോന്നുന്നത് അതെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അവൾ മുന്നോട്ട് പോയ ആളാണ്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ് അവൾ. ഇപ്പം ഇത്രയും വരെ എത്തിയത് തന്നെ അവൾ അത്രയും ഒരു ഹാർഡ് വർക്കിംഗ് അവളുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. അത് പറയാതിരിക്കാൻ എന്തായാലും പറ്റില്ല. ഇപ്പം ഇതുവരെ അവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ടും അവളുടെ ഹാർഡ് വർക്കും ആണെന്ന് ഞാൻ എന്തായാലും പറയും. വീട്ടിലാണെങ്കിലും കംപ്ലീറ്റ്ലി നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ടോ ഒന്നും അവർ വരുന്നില്ല. നമുക്കെല്ലാം ഒരു സപ്പോർട്ടീവ് രീതിയിൽ നമ്മുടെ ഇഷ്ടം പോലെ അവർ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതന്നെ നമുക്കൊരു വലിയ ഭാഗ്യമാണ് അല്ലേ. അപ്പം അവൾക്ക് തന്നെ ഇത്രയും കാലം വീട്ടിലിരുന്ന് നല്ലോണം പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനും ആ ഒരു സപ്പോർട്ട് വീട്ടിലില്ലായിരുന്നെങ്കിൽ അവൾക്കത് പറ്റില്ല. അവള് ഇത്രയും വരെ എത്തുകയും ചെയ്തു. ഇനി കുറച്ച് പേപ്പേഴ്സും കൂടെ ഉള്ളൂ. അപ്പം അതിനു മുമ്പ് തന്നെ അവൾ എന്തായാലും ഇന്റേൺഷിപ്പിന് കയറി. ഇനിയിപ്പോൾ അവിടെ കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് അവൾ ഇനിയും ഇനിയും വേറെ കമ്പനീസിലേക്ക് നല്ല പോസ്റ്റായിട്ട് കയറി. ഇപ്പോഴും നല്ല ഓഡിറ്ററായിട്ട് തന്നെ കയറി, ജൂനിയർ ഓഡിറ്ററായിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പം അതും നല്ല കാര്യമാണല്ലോ. അപ്പം ഇനിയും അവൾക്ക് ഒരുപാട് നല്ല ഹൈറ്റ്സിൽ എത്താൻ പറ്റും നല്ല ഉറപ്പുണ്ട്. പിന്നെ അവൾക്ക് ഇനി ACCA ഇനിയിപ്പോൾ ഫുള്ളായി കംപ്ലീറ്റ് ചെയ്താൽ തന്നെ പിന്നെ പറയണ്ടല്ലോ. ലൈഫ് സെറ്റ് തന്നെയാണ്. നല്ല കമ്പനീസിൽ പ്ലേസ്ഡ് ആവാം. അപ്പം അടിപൊളിയാണ് അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്താൻ അത്ര സമയമൊന്നും ഇല്ല അവൾക്ക്. അതെന്തായാലും വേഗം തന്നെ അവൾ എത്തും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഭയങ്കര ഡിറ്റർമൈൻഡ് ആയ ഒരു ആളാണ്. അതേപോലെ തന്നെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയ ഒരു ആൾക്കാർക്ക് അതൊക്കെ എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം എന്തായാലും ഇപ്പം അവൾക്ക് നല്ലൊരു എക്സ്പോഷർ അവിടെ നിന്ന് കിട്ടും, നല്ലൊരു വർക്ക് എക്സ്പീരിയൻസ് കിട്ടും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഓരോ എക്സാംസ് അവൾക്ക് അറ്റൻഡ് ചെയ്ത് തന്നെ അതും ക്ലിയർ ചെയ്യുക. അപ്പം എല്ലാം കൂടെ ലൈഫ് സെറ്റാണ്. എന്തായാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ വിചാരിച്ച പോലെ തന്നെ അവിടെ ലൈഫെല്ലാം നടക്കുക. ഒരുപാട് സ്വപ്നങ്ങളും ഡ്രീംസും ഉള്ള ഒരാൾ തന്നെയാണ്. ഭയങ്കര ഡ്രീംസ് ഉള്ള ഒരാൾ തന്നെയാണ് സംഗീതേച്ചി. അപ്പോൾ ഒരുപാട് ഡ്രീംസ് ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ ലൈഫിൽ അവൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ ഹാപ്പിനെസ്സും കിട്ടട്ടെ. അവൾ വിചാരിച്ച പോലത്തെ ഒരു നിലയിൽ എത്തട്ടെ. അതെത്തും, അത് ഉറപ്പ് തന്നെയാണ്. അത് എത്താതെ ഇരിക്കില്ല. കാരണം അങ്ങനെയാണ് അവൾ. ഇത്രയും ഹാർഡ് വർക്കിംഗ് ആണ്. അവൾ വിചാരിച്ച പോലെ തന്നെ ലൈഫിലെല്ലാം നടക്കട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു, അവളെ വിഷ് ചെയ്യുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് സംഗീതേച്ചി പോണതിൻ്റെ ഒരു വ്ളോഗാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അപ്ഡേറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇന്ന് കുറച്ച് സാഡാണ്. ഇനിയിപ്പോൾ അവളില്ല. ഇനി അവൾ അധികം വീഡിയോസിൽ എപ്പോഴെങ്കിലൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ തന്നെയായിരിക്കും അധികം വീഡിയോസൊക്കെ ചെയ്യുക. ഒറ്റയ്ക്ക് ആയിരിക്കും. പിന്നെ അമ്മയും ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.